ഇടതുപക്ഷം മുസ്ലിം ക്രൈസ്തവ പ്രീണനം അവസാനിപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെ: രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി CPM-ഉം ഇടതുമുന്നണിയും മുന്നോട്ടു പോകുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇത് മനസ്സിലാക്കിയാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി അവരുടെ പക്കലുണ്ടാകും. ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലുമാകും. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത തിരിച്ചടിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. എന്തുകൊണ്ട് തോറ്റുവെന്ന് ലളിതമായി പറയേണ്ടതിനു പകരം താത്വികമായ അവലോകനം നടത്തിയിട്ടൊന്നും ഇക്കാലത്ത് കാര്യമില്ല. CPM-ഉം CPI-യും ഇപ്പോൾ നേരിടുന്നത് ഗുരുതരമായ അസ്തിത്വ പ്രശ്നം തന്നെയാണ്. അത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെന്നതിന്റെ തെളിവാണ് LDF-ന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയം. UDF സ്വന്തം കയ്യിൽ വെച്ചിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാനുള്ള ആവേശത്തിലായിരുന്നു കുറെ കാലമായി ഇടതു നയ രൂപീകരണക്കാർ. രക്തപതാക തലമുറകളായി നെഞ്ചേറ്റിയ ഈഴവ പിന്നാക്ക സമൂഹം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും കാൽക്കീഴിൽ കിടക്കുമെന്ന ധാരണ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലത്തോടെ പൊളിഞ്ഞു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പാർട്ടിയുടെ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് പിന്നോക്ക വോട്ടുകൾ BJP-യിലേക്ക് പോയെന്ന് വിലപിക്കുമ്പോഴും രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM-ഉം CPI-യും അവരെ വീണ്ടും അവഗണിച്ചു. CPI-യുടെ സീറ്റ് മുസ്ലിമിനും CPM-ന്റേത് ക്രൈസ്തവനും ലഭിച്ചു. UDF ആകട്ടെ പതിവ് പോലെ തന്നെ മുസ്ലിം ലീഗിന് സമർപ്പിച്ചു. രണ്ട് മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പടിക്ക് പുറത്തായി. ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിനാണ് ഇപ്പോൾ ചില മുസ്ലിം സംഘടനകളും നേതാക്കളും SNDP യോഗത്തെയും തന്നെയും വർഗീയ പട്ടം ചാർത്തി ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മുസ്ലിം നേതാവ് നവോത്ഥാന സമിതി നേതൃത്വം രാജിവെച്ചു. മറ്റു ചിലർ ധവളപത്രമിറക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. ഇരട്ടമുഖമുള്ള ഈ മതേതരവാദികൾ ഗൾഫിൽ ചെല്ലുമ്പോൾ നടത്തുന്ന തീവ്രവാദ പ്രസംഗങ്ങളെല്ലാം കേരളം നവമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അവരാണ് യാഥാർത്ഥ്യം പറഞ്ഞതിന് തന്നെ വിമർശിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഏറെക്കാലമായി ക്രൈസ്തവ മുസ്ലിം മതപ്രീണനം കോൺഗ്രസിന്റെ മാത്രം കുത്തകയായിരുന്നു. മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും തടവറയിലായിരുന്നു കോൺഗ്രസ്. വിദ്യാഭ്യാസ, വ്യവസായ, പൊതുമരാമത്ത്, ധനവകുപ്പുകൾ പിടിച്ചുവാങ്ങി വേണ്ടപ്പെട്ടവരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിച്ച് കേരളത്തിന്റെ പൊതുസമ്പത്ത് സ്വന്തം മതക്കാർക്കായി അവർ വീതം വെച്ചു നൽകി. അതിന്റെ ഉന്നതി ഇരു മതക്കാർക്കും എല്ലാ രംഗത്തുമുണ്ടായി. പുറമ്പോക്കിലേക്ക് പോയത് ഹിന്ദുക്കളായിരുന്നു. ഇടതുഭരണം വരുമ്പോൾ മാത്രമാണ് പിന്നോക്ക പട്ടികവർഗക്കാർക്ക് എന്തെങ്കിലും പരിഗണന ലഭിച്ചിരുന്നത്. കുറച്ചുനാളെ ആ പരിഗണനയും നഷ്ടമായി. ഇടതുപക്ഷവും ന്യൂനപക്ഷ പ്രീണനം പ്രധാന അജണ്ടയാക്കി. ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവഗണിച്ച് ഇന്നലെ വന്ന ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് പാർട്ടി പദവികളിൽ ഡബിൾ ട്രിപ്പിൾ പ്രൊമോഷനുകൾ നൽകി. നേതൃനിരയിലും സ്ഥാനമാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികൾ നിറഞ്ഞു. പൗരത്വ നിയമനത്തിനും ഏക സിവിൽ കോഡിനുമെതിരെയും പലസ്തീൻ പ്രക്ഷോഭത്തിനും മുന്നിൽ നിന്ന് പോരാടിയത് CPM അണികളാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഹൈന്ദവ ബിംബങ്ങളെ അവഹേളിച്ചു. ഹൈന്ദവ സഖാക്കളുടെ മാത്രം മതബോധത്തെ നിഷേധിച്ച് മറ്റുള്ളവരുടേതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇതെല്ലാം പൊതുജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. മുസ്ലിം പ്രീണനം അതിരുവിട്ടപ്പോൾ ക്രൈസ്തവ അനുഭാവികളും CPM-നെ നിരാകരിച്ചു. മലബാറിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം ഇടതു സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറഞ്ഞു. ആലപ്പുഴയിലെ സിറ്റിംഗ് MP ആയിരുന്ന MA ആരിഫിന് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ണഞ്ചേരി മേഖലയിൽ ലഭിച്ച വോട്ടുകളുടെ കുത്തനെയുള്ള ഇടിവ് മറ്റൊരു സൂചനയാണ്. ഈഴവ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് നല്ലൊരു ശതമാനം ഇടതുമുന്നണിയെ കൈവിട്ടു. പ്രീണിപ്പിച്ച് വശത്താക്കാൻ നോക്കിയ മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് കിട്ടിയതുമില്ലെന്നാണ് വസ്തുത. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എക്കാലത്തെയും ഉറച്ച അടിത്തറ ഈഴവ പിന്നോക്കക്കാരും പട്ടികജാതി പട്ടികവർഗക്കാരുമായിരുന്നു. അവരായിരുന്നു കുറച്ചുകാലം മുമ്പ് വരെ ഈ പാർട്ടികളുടെ രക്തവും മാംസവും മജ്ജയും മസ്തിഷ്കവുമെല്ലാം. പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും ത്യജിച്ചവരാണ് ഇക്കൂട്ടർ. പാർട്ടി രക്തസാക്ഷികളുടെ ജാതി കണക്കെടുത്താൽ ഇത് വ്യക്തമാകും. സവർണ മേധാവിത്വത്തിനും അനീതികൾക്കുമെതിരെ തങ്ങൾക്കൊപ്പം നിന്ന പാർട്ടി കുറച്ചുകാലമായി സംഘടിത മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കു വേണ്ടി നടത്തിവന്ന അതിരുവട്ട പ്രീണന നയങ്ങൾ അവർ മനസ്സിലാക്കിയെന്ന തിരിച്ചറിവാണ് ഇപ്പോഴും പാർട്ടി നേതൃത്വത്തിന് ഉണ്ടാകാതെ പോകുന്നത്. UDF LDF എന്ന അച്ചുതണ്ടിൽ ഇതുവരെ കറങ്ങിയിരുന്ന കേരള രാഷ്ട്രീയത്തിലേക്ക് BJP-യുടെ ശക്തമായ കടന്നുവരവിന് ഈ പാളയതന്ത്രം വഴിയൊരുക്കി. ഇരു മുന്നണികളുടെയും ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന സംശയം വേണ്ട. തോറ്റത് ഹൈന്ദവരായ പിന്നോക്ക പട്ടിക വിഭാഗങ്ങളാണ്. മതേതരത്വത്തിന്റെ പേരിൽ ഇവർ കബളിക്കപ്പെട്ടു. വേലികെട്ടാനും മടുക്കളപ്പണിക്കും പിന്നോക്കക്കാരും, സദ്യ വിളമ്പുമ്പോൾ ഉണ്ണാനിരിക്കാൻ ന്യൂനപക്ഷങ്ങളും എന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി. BJP-യും ആ വഴിക്ക് നീങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണ്. പിന്നോക്ക ജനതയെ അവഗണിച്ച് ക്രൈസ്തവ പ്രീണനത്തിന്റെ വഴിയിലേക്ക് നീങ്ങിയാൽ അവരുടെ കാൽക്കീഴിലെയും മണ്ണ് ഒലിച്ചു പോകുമെന്നത് ഉറപ്പാണ്. ശ്രീനാരായണ സർവകലാശാല ഉൾപ്പെടെ സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ VC-മാരെ നിയമിച്ചപ്പോൾ ഇഴവ സമുദായം അവഗണിക്കപ്പെട്ടു. പബ്ലിക് സർവീസ് കമ്മീഷനിലെ 20 അംഗങ്ങളിൽ പിന്നോക്കക്കാരുടെ എണ്ണം നാമമാത്രം.
5 ദേവസ്വം ബോർഡുകളിലെ കാര്യവും സമാനമാണ്. ആർ ശങ്കറിന് ശേഷം ഈഴവ സമുദായത്തിന് അനുവദിച്ച എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിരൽ എണ്ണാൻ പോലുമില്ല. മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വാരിക്കോരി നൽകുകയും ചെയ്തു. ആദിവാസി ഭൂസംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് അവരുടെ അന്യാധീനപ്പെട്ട ഭൂമി കയ്യേറ്റക്കാർക്ക് പതിച്ചു നൽകാൻ നിയമസഭയിൽ ഒന്നിച്ച് വോട്ട് ചെയ്തവരാണ് ഇടതും വലതും. 140 നിയമസഭാംഗങ്ങളിൽ KR ഗൗരിയമ്മ മാത്രമാണ് ആ അനീതിയെ എതിർത്തത്. സംസ്ഥാനത്തെ ദരിദ്രരിലും പുറമ്പോക്ക് കോളനി നിവാസികളിലും തൊഴിലുറപ്പുകാരിലും ഹരിതസേനക്കാരിലും ഭൂരിഭാഗം പിന്നോക്ക പട്ടിക വിഭാഗക്കാരാണ്. സംസ്ഥാനത്തിന്റെ പ്ലാൻ ഫണ്ടിൽ 1% പോലും പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പിന് നീക്കിവെച്ചിട്ടില്ല. സംഘടിതരല്ലാത്തതും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഇറങ്ങാത്തതുമാണ് അവരുടെ ശാപം. ഇടതുപക്ഷവും അവഗണിക്കപ്പെടുകയാണെന്ന പിന്നോക്ക പട്ടിക വിഭാഗക്കാരുടെ തിരിച്ചറിവിന് പ്രതിഫലനമാണ് ഇത്തവണത്തെയും 20-ൽ 1 സീറ്റിലേക്ക്, അതും സംവരണ സീറ്റിലെ ജയത്തിലേക്ക് മാത്രം ഇടതുമുന്നണിയെ ഒതുക്കിയത്. ഈ തിരിച്ചറിവ് ഇടതുമുന്നണിക്കും CPM-നും ഉണ്ടായാൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാകും. പ്രീണന രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നേ ഉള്ളൂ. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം അന്തിമ വാക്കൊന്നുമല്ല. ഈ തോൽവി കണ്ട് ആരും ആഹ്ലാദിക്കേണ്ട. ഇതിന്റെ പേരിൽ ഇടതുപക്ഷത്തെ എഴുതി തള്ളാനുമാകില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും 1 സീറ്റായിരുന്നു ഇടതുമുന്നണിക്ക്. പിന്നാലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയവും നേടി. എക്കാലത്തെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് തന്നെയാണ് മേൽക്കൈ പതിവ്. ദേശീയ തലത്തിൽ BJPക്ക് ബദൽ കോൺഗ്രസ് ആണെന്ന ചിന്താഗതിയും ഇപ്പോഴത്തെ തിരിച്ചടിക്ക് ഒരു കാരണമായിട്ടുണ്ടാകാം. നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഈ ഫലം കൊണ്ട് വിലയിരുത്താൻ കഴിയില്ല. ഇക്കുറി BJP ശക്തമായ നിലയിലെത്തിയെന്ന വ്യത്യാസമുണ്ടെങ്കിലും ഇടതുമുന്നണിക്ക് തിരിച്ചുവരവിന് സമയമുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്ന ഒറ്റമൂലിയാണ് ഏക ഔഷധം. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. CPM-ഉം ഇടതുമുന്നണിയും ഇത് മനസ്സിലാക്കിയാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി അവരുടെ പക്കലുണ്ടാകും. ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലുമാകും.